അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിച്ച് പോകുന്നതിനിടയ്ക്ക് ഞാൻ 5 ബ്യൂട്ടി ടിപ്സും പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ചാനൽ നിർത്തിയതെന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ചാനൽ നിർത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. അതായത് ഞാൻ 2019 ചാനൽ തുടങ്ങി ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. എനിക്ക് അതായത് മോണിറ്റൈസേഷൻ ആയ ഉടനെ നമ്മുടെ കയ്യിൽ ഇൻകം വന്ന് തുടങ്ങത്തില്ല. നമ്മുടെ ചാനലിൽ പിന്നീട് വരുന്ന ആഡ്സാണ് നമുക്ക് ഇൻകം തന്നു തുടങ്ങുന്നത്. അങ്ങനെ എൻ്റെ പിന്നെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം അത്യാവശ്യം നല്ല റീച്ചിൽ തന്നെ പോയി. എവിടെയോ ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുകയായിരുന്നു. ഡിപ്രഷനോ വാട്ട് ഇറ്റ് ഈസ് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും ഡിപ്രഷൻ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നീട് എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അതിനുശേഷം വീഡിയോസ് എടുക്കുമ്പോൾ എനിക്കെന്തോ ഞാൻ ലൈഫിലെന്തോ ഫെയിലായ ഒരാളെ കണക്ക് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അത് പറഞ്ഞാൽ വീഡിയോസിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ കോൺഫിഡൻസ് കുറവായിരുന്നു. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമായിരുന്നു എന്തോ ഒരു പ്രശ്നം ഉള്ള കണക്കൊരു രീതി. അങ്ങനെയാണ് ഞാൻ ചാനൽ നിർത്താമെന്ന് തീരുമാനിച്ചെങ്കിലും ആർക്കും കൊടുക്കാം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വീഡിയോസ് ഇടണമെന്ന് തന്നെ ആഗ്രഹമായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ സമയം അത്ര ശരിയല്ലാത്തത് കൊണ്ടും, സമയം ശരിയല്ലാത്തത് നമുക്ക് അധ്വാനിക്കാൻ മനസ്സിലാത്തത് കാരണം സമയം ശരിയല്ലാത്തതും, എനിക്ക് ഹാർഡ് വർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ എത്തിയപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ചാനലിൽ വീഡിയോസ് ഇടാതായി. അങ്ങനെ എനിക്ക് യൂട്യൂബ് തന്നെ വാർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു, മോണിറ്റൈസേഷൻ അവർ കട്ടാക്കും എന്നുള്ളത്. അത് നമ്മളെ അറിയിച്ചുകൊണ്ടാണ് കട്ടാക്കിയത്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് മോണിറ്റൈസേഷൻ അങ്ങ് കട്ട് ചെയ്തതെന്നല്ല. ഒരു ദിവസം എനിക്ക് ഇത് വന്നു, വീഡിയോ ഇടും, മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒരെണ്ണമെങ്കിലും ഇടും മോണിറ്റൈസേഷൻ കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ച ഒന്നെല്ലാം പൊട്ടെ എന്ന് വെച്ചാൽ ഒന്നും വേണ്ട, ആ ഒരു ഇതിലായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റ്. അത് കാരണം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളുടെ ആരെങ്കിലും തലയിൽ ഭയങ്കര കട്ടയായിട്ടുള്ള ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഇന്ദുപ്പും മിക്സ് ചെയ്തിട്ട് തലയിൽ മസാജ് ചെയ്താൽ നല്ല രീതിയിൽ പോവും. ഉപ്പ് തലയിൽ തേച്ചാൽ ഹെയർ ഫോൾ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഹെയർ ഫോളൊന്നും വരത്തില്ല. ട്രൈ ചെയ്ത് നോക്കും. ഇത് ഹോം റെമഡിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് സക്സസ് ആയതാണ്. കുട്ടികൾക്ക്, അതായത് ഞാൻ എൻ്റെ മൂക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയുടെ തലയിൽ നമ്മൾ ചെയ്ത് വിജയിച്ചാണ്. പൊറ്റ കണക്കുള്ളത് വരെ പോവും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ എൻ്റെ മോണിറ്റൈസേഷൻ പോയി. മോണിറ്റൈസേഷൻ കട്ടായതിൽ എനിക്ക് വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വ്യൂസ് വളരെ കുറവാണ്. ഇനി എൻ്റെ വീഡിയോസ് ഞാനിന്ന് റീച്ചിലെത്തിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതുപോലെ നിങ്ങൾ പണ്ടത്തെ കണക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇപ്പം കാണുന്നില്ല എന്നല്ല, അവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ എത്തുന്നുണ്ടോ അതോ ഇനി അവർ ഓഫ് കോഴ്സ് ഞാനായാലും തന്നെ സ്ഥിരമായിട്ടൊരു യൂട്യൂബറെ, കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്നൊരു യൂട്യൂബറെ മാത്രമേ ട്രസ്റ്റ് ചെയ്തോളായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നെ നല്ല രീതിയിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വളരെ ഹോം റെമഡി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഞാൻ ചെയ്യുന്നത്. അല്ലാതെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നല്ല കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ടൈമിലാണ് ഞാൻ നിർത്തുന്നത്. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാത്ത ഒരാൾക്കും യൂട്യൂബിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായ സമയം സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുക. അല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് നിർത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് വീഡിയോ ഇട്ടാൽ നമ്മളെ മൈൻഡ് ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല. നിങ്ങൾ ബഡ്ഡിങ് യൂട്യൂബേഴ്സ് ആണെങ്കിൽ, ഞാനും ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേജ് എന്ന് വെച്ചാൽ ഞാനൊരു ബഡ്ഡിങ് യൂട്യൂബർ തന്നെയാണ്. പിന്നെ കുറച്ച് നാളത്തെ ഇതുണ്ടായത് കാരണം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് റീച്ച് ഉണ്ടാകത്തുള്ളൂ. കാര്യം ആൾക്കാർ കാത്തിരിക്കും വീഡിയോ വരുന്നത് എപ്പോഴാണെന്ന്. കാര്യം ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പോലും എൻ്റെ 2 പഴയ സബ്സ്ക്രൈബേഴ്സ് വന്നു, അവർ തിരയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിനുപരി എനിക്ക് റിഗ്രഷൻ തോന്നി. കാര്യം ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇട്ടിട്ടാണല്ലോ ഞാൻ പോയത് എന്നെനിക്ക് തോന്നി. നമ്മളിപ്പോൾ കൊടുക്കുന്ന വീഡിയോസ്, അതായത് 100% ആൾക്കാർക്ക് ട്രസ്റ്റ്ഫുൾ ആണെങ്കിൽ അവർ കണ്ടിരിക്കും. പിന്നെ നമ്മളുടെ സംസാരവും രീതിയൊക്കെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കണ്ടിരിക്കും. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകും. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുമ്പം അതിന് നമുക്ക് ഒരു അനലൈസിസ് ഉണ്ട്. നമ്മളുടെ യൂട്യൂബിൽ തന്നെ നമുക്ക് എല്ലാം വരും. ഇതിൽ എൻ്റെ ചാനൽ കാണുന്നതിൽ 99.9 ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അതിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും 99.9 പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പം എത്ര പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുന്നത്. ഇതെല്ലാം നമുക്ക് യൂട്യൂബിൽ നമ്മളുടെ YT സ്റ്റുഡിയോയിൽ എല്ലാം കാണിക്കും. നമ്മളുടെ ചെറിയ അതായത് പുരോഗമനങ്ങളും എല്ലാം കാണിക്കും. നമ്മളുടെ ഷോർട്സിൻ്റെ വ്യൂസ്, ലോങ് വീഡിയോസിൻ്റെ വ്യൂസ് എല്ലാം കാണിക്കും. ഇനി ഞാൻ പുതിയതായിട്ട് ഇത് മോണിറ്റൈസേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ
3000 അവേഴ്സിൽ എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവും. ഫുൾ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ എനിക്ക് 4000 അവേഴ്സ് വേണം. അതായത് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാരാണ് എൻ്റെ ചാനൽ കാണുന്നത്. എന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് നമ്മളുടെ ചാനൽ കാണുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ നന്നായിട്ട് എൻ്റെ 100% കൊടുത്താൽ മാത്രമേ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്കൊരു റീച്ചോ കാര്യങ്ങളോ ഇനി ഉണ്ടാകത്തുള്ളൂ. പക്ഷേ എനിക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വന്നപ്പോഴും ഞാനൊരു 10 20 ഒക്കെ വ്യൂസൊക്കെ എൻ്റെ ലോങ് വീഡിയോയ്ക്കായാലും പ്രതീക്ഷിച്ചോളൂ. പക്ഷേ അതിൽ കൂടുതൽ വ്യൂസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ ഹെയർ കണ്ടല്ലോ, പണ്ട് ഞാൻ ഹെയർ ഡൈയുടെ ഒരു നര മാറുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെന്ന തേച്ചിട്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെന്ന ഇട്ടിട്ട് നീലയാമ്പരി പൊടി ഇടും. നീലയാമ്പരി പൊടി പേരിന് വല്ല വ്യത്യാസമോ അതെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ അറിവുകേടാണ്. നീലയാമ്പരി എന്നാണ് പറയുന്നത്. അപ്പം അത് അതായത് 2 മണിക്കൂർ ഹെന്ന ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നീലയാമ്പരി പൊടി ഇടും. കെമിക്കൽ ഡൈ യൂസ് ചെയ്യത്തില്ലെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒക്കേഷൻസിന് പോകുമ്പോൾ ഗാർണിയറിൻ്റെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇതിന് ഹെന്നയുടെ മിക്സിംഗ് ഒക്കെ നിങ്ങൾക്ക് പഴയ വീഡിയോസിൽ കാണാം, അല്ലെങ്കിൽ ഞാൻ ഒരു പുതിയ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും നല്ല ചെയ്യും. കാര്യം ഇത് ഹൈഡ് ചെയ്യാൻ എന്തൊക്കെയായാലും എനിക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം നിങ്ങളിപ്പോൾ ഏത് ഇതിലാണ് എന്നെ കൺസിഡർ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നു, പക്ഷേ ആരും കമൻറ്റും ചെയ്യുന്നില്ല. പിന്നീടുള്ള ഒരു ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ആ ഒരു ഇതിൽ നിങ്ങൾ എന്നെ ഒരു ബ്യൂട്ടി വ്ളോഗർ എന്നൊരു രീതിയിൽ എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരു കണ്ണ് എഴുതാൻ പോലും എനിക്കറിയത്തില്ല. എനിക്ക് സത്യസന്ധമായിട്ടൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിരുന്ന് കണ്ണെഴുതാനൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഐലൈനർ എഴുതാൻ അറിയത്തില്ല. അല്ലാതുള്ളതൊക്കെ ആണെങ്കിൽ എഴുതും. അതെന്തോ എനിക്കതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് വരച്ച് പോവുകയാണെങ്കിൽ എനിക്ക് ആ ലൈൻ കൃത്യമായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല. പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്ഥിരമായിട്ട് എൻ്റെ ചാനൽ റീച്ച് ആകാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അന്ന് എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ആൾക്കാർ കൂടുതൽ വന്നിട്ട് ആ ഡാർക്ക് സർക്കിൾസ് എങ്ങനെ ഞാൻ റെഡ്യൂസ് ചെയ്യുന്നുള്ളത് വെച്ചിട്ടാണ് എനിക്ക് കൂടുതൽ വ്യൂസ് വന്നതും. പക്ഷേ ആളുകൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയത് അങ്ങനെയാണ്. പക്ഷേ എൻ്റെ വീഡിയോ ഒരു 5 ഹാക്ക് എന്ന് പറയുന്നൊരു വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ റീച്ച് ആയത്. ആളുകൾക്ക് കുറച്ച് എന്തോ ഹോണസ്റ്റ് ആയിട്ടുള്ളതാണെന്ന് തോന്നിയിട്ട് ആൾക്കാർ വന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരുടെ സപ്പോർട്ട് ഒരു 400 സംതിങ് ഇത് കമൻസൊക്കെ അതിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ചാനൽ റീച്ചായി വന്നത്. പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇനി എത്ര 1 2 3 ബ്യൂട്ടി ടിപ്സ് ഞാൻ പറഞ്ഞു. ഇനി 4 5 പറയാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഉള്ള ഇത് ഞാൻ പറയാം. നിങ്ങൾ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് കാണും നിങ്ങൾ പ്ലീസ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ വ്യൂസ് വെച്ച് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂസ് എനിക്കുണ്ട്. 100 ആ ഒരു രീതിയിൽ എൻ്റെ ലോങ് വീഡിയോസ് പോകുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ എനിക്കൊരു ആ ഒരു 4000 അവേഴ്സ് എന്നുള്ളത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ബോറടിക്കാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ തോന്നത്തുള്ളൂ. നിങ്ങൾക്ക് ഇൻ കേസ് ഞാൻ സംസാരിക്കുന്നത് ബോറടിയാണെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യും. ഞാനായാലും സ്കിപ്പ് ചെയ്യും, നിങ്ങളാണെങ്കിലും സ്കിപ്പ് ചെയ്യും. പിന്നീട് ഉള്ള കമൻസിൽ ഇപ്പം സംസാരിക്കുമ്പോൾ ഇത്രയും കോൺഫിഡൻസും കാര്യങ്ങളും എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് പല കാര്യങ്ങളിൽ ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ, എൻ്റെ മോൻ 9ലായി, മോൾ 5ലായി. അപ്പോൾ അത്രയും ഒരു ലൈഫ് എക്സ്പീരിയൻസ് വന്നു, സംസാരിക്കാനുള്ളൊരു ഗട്ട്സ് വന്നു. നിങ്ങളുടെ മുമ്പിലായാലും ഇപ്പോൾ പണ്ടായാലും ഞാൻ കമൻറ്റ് എടുത്തിട്ട് റിയാക്ട് ചെയ്യാറുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ മോശമായ കമൻറ്റ് ആരിട്ടാലും ഞാൻ അതെടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും ഞാനത് പ്രവൃത്തി ചെയ്യാറുണ്ട്. മോശമായ കമൻറ്റ്സ്, അതായത് നമ്മളെ ഒരുമാതിരി സംസാരിച്ചാൽ അത് സത്യസന്ധമാണെങ്കിൽ നമുക്ക് ഓക്കെ എഗ്രി ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അന്ന് മോശമായിട്ട് ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ടായിരുന്നു. ബ്ലോക്ക് ചെയ്യുമെന്ന് വെച്ചാൽ അന്നൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴായാലും മോശമായിട്ട് എന്നെയോ എൻ്റെ മക്കളെയോ ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രയോറിറ്റി നമ്മളുടെ മക്കളാണല്ലോ എപ്പോഴും. അപ്പോൾ അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് സഹിക്കും, അത്രേ ഉള്ളൂ കാര്യം. പിന്നീട് ഇപ്പോഴത്തെ ബ്യൂട്ടി ടിപ്സ് അതൊക്കെയെന്ന് വെച്ചാൽ ഇതൊക്കെ പണ്ടും ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഉപ്പിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ അനിയത്തി പറയുമ്പോഴാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. നന്നായിട്ട് വർക്കൗട്ടായി, അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് തൈര്, ഓയിലി സ്കിൻ കെയർ ആണെങ്കിൽ തൈര് യൂസ് ചെയ്യരുത്. തൈരും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ മുഖത്തിട്ട് നന്നായിട്ട് സൺ ടാൻ മാറും. ഓയിലി സ്കിൻ കെയർ യൂസ് ചെയ്യരുത്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഓയിലി സ്കിൻ കെയർ യൂസ് ചെയ്യരുത്. അവർക്ക് വേണമെങ്കിൽ പൊട്ടറ്റോയോ കോഫി പൗഡറൊക്കെ യൂസ് ചെയ്യാം.
കോഫി പൗഡർ നന്നായിട്ട് സൺ ടാൻ മാറ്റുന്നൊരു സാധനമാണ്. കോഫി പൗഡർ പ്ലസ് റോസ് വാട്ടർ നിങ്ങൾക്ക് നന്നായിട്ട് പോകും. ഇനിയിപ്പോൾ തക്കാളി ചിലർക്ക് തേക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കോഫി പൗഡർ പ്ലസ് ഇത് അതായത് ഷുഗർ നന്നായിട്ട് പോവും. കാര്യം എന്ന് വെച്ചാൽ ഷുഗറിനകത്തൊക്കെ ഒരു പെർസെൻറ്റേജ് ബ്ലീച്ച് അടങ്ങിയിട്ടുണ്ട്. അത് കാരണമാണ് നമുക്ക് ആ ഒരു ഫെയർനെസ് അറിയാൻ പറ്റുന്നത്. കോഫി പൗഡറും അതുപോലെ അതിനകത്ത് കഫീനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായത് കാരണം നമ്മുടെ മുഖത്ത് പെട്ടെന്നൊരു വെളിച്ചമൊക്കെ വരും കേട്ടോ. സ്ഥിരമായിട്ട് നിങ്ങൾ വെളുപ്പെന്ന് പറയരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം വെളുപ്പ് ഇത്രയൊക്കെയാണ്. നമ്മളുടെ കോൺഫിഡൻസും കാര്യങ്ങളും നമ്മളെ ഡ്രസ്സിങ്ങും ആ ഒരു രീതിയൊക്കെയാണ് നമ്മൾ പുറത്തൊരാൾ കാണുമ്പോൾ നമ്മളെ വിലയിരുത്തുന്നത്. അല്ലാതെ വെളുത്തിട്ട് ഞാൻ അത്ര വെളുപ്പല്ല. നിങ്ങൾക്കിപ്പോൾ എന്നെ കണ്ടറിയാം, ഞാൻ അത്ര വലിയ വെളുപ്പൊന്നുമല്ല. ഞാൻ പല പബ്ലിക് പ്ലേസിൽ പോകുമ്പോഴും എൻ്റെ ഈ ഗ്രേ ഹെയർ ഒന്നും ഞാൻ മറയ്ക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കാരണമാണ് ഡൈ ചെയ്യുന്നത്. ഡൈ ചെയ്യാനാണെങ്കിൽ ഞാൻ ഇവിടെ ഗാർണിയർ ഇരിക്കുന്നുണ്ട്. എപ്പോഴും ഗാർണിയർ ഇടുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഏജ് ആയില്ല, അപ്പം നമ്മളിത് അക്സെപ്റ്റ് ചെയ്തതിലോ പറ്റുള്ള ഓരോ കാര്യങ്ങളിൽ നമുക്ക് ഇത് സ്വാഭാവികമായിട്ട് ഏജിങ് പ്രോസസ്സിൻ്റെ ആണ്. പിന്നെ നമുക്ക് പാരമ്പര്യമാണ് കേട്ടോ പെട്ടെന്ന് നരയ്ക്കുന്നുള്ളത്. അമ്മയ്ക്ക് പെട്ടെന്ന് നരച്ചു. അത് കാരണം തന്നെ എനിക്ക് വന്നതിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഈ ഒരു ഏജ് ആകുമ്പോൾ എനിക്ക് വരുമെന്ന്. ഇപ്പോൾ എൻ്റെ ഏജ് എന്ന് വെച്ചാൽ 35+ ആണ് എൻ്റെ ഏജ്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് 30 എങ്ങാണ്ടാന്ന് തോന്നുന്നു, 30 കുറവായിരുന്നു. ഇപ്പോൾ എനിക്ക് 35+ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും വ്യത്യാസങ്ങൾ നമ്മളുടെ ഓരോ രീതിക്കും വന്നിട്ടുണ്ട്. പിന്നീട് ഇനി ഒരു വീഡിയോ ടിപ്പും കൂടെ പറയാനുള്ളൂ, എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. 30+ ആയിക്കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഈ നരയും എനിക്കിവിടെ ഇങ്ങനെയൊക്കെ ഡ്രൈ സ്കാൽപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഡ്രൈ സ്കാൽപ്പ് വന്നിട്ട് ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഡെർമറ്റോളജിയെ കൊണ്ടുവന്ന് കാണിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ പറഞ്ഞത്, നിങ്ങൾ 30+ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കണമെന്ന്. എനിക്കൊരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് അതിപ്പോൾ എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ 30+ കഴിഞ്ഞിട്ടല്ല പോയത്, 33+ ആയപ്പോഴാണ് ഞാൻ ഡോക്ടറെ പോയി കണ്ടത്. അപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഒരുപാട് വെള്ളിയൊക്കെ വീണെന്ന് തോന്നും. പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് ഈ നരയാണ് കേട്ടോ. അങ്ങനെ എനിക്കും എൻ്റെ അനിയത്തിക്കും പുള്ളിക്കാരൻ ഇത് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഹെയർ ഫോൾ റെഡ്യൂസായി. നമുക്കങ്ങനെ ആ ടാബ്ലറ്റിനെ കുറിച്ചൊന്നും ഒരു ഇതും ഇല്ലായിരുന്നു, നോളജും ഇല്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആ ടാബ്ലറ്റ് എടുക്കുന്നത് പോലും. ദിവസം രാത്രി കഴിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് ഹെയർ ഫോൾ റെഡ്യൂസായി. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ എന്തോ കൂടുന്ന കണക്ക് നമുക്ക് തോന്നി. അതായത് വെളുക്കുമല്ല, നമുക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേക ഇത്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് കുടിക്കണം, അതുപോലെ തന്നെ അകത്തോട്ട് കൊടുക്കുന്ന ഫുഡ് നന്നായിട്ട് കഴിക്കണമെന്ന്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എങ്ങനെയാണ് എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോയതെന്ന്. പിന്നീട് എൻ്റെ ഫ്രണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും, മനു വ്ളോഗ്സ് എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നമ്മൾ 8th മുതൽ, അതായത് നമ്മൾ വളരെ കൊച്ചിലെ മുതൽ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് ഞാൻ പറയാം. അവനാണ് വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അവൻ എന്നെ ഈ ചാനൽ ഞാൻ നിർത്തിയതിന് ശേഷം അവൻ്റെ ഒരു ചാനൽ തുടങ്ങി. അതിനുശേഷം അവൻ ഒരുപാട് വട്ടം, കാര്യം അവനും പെട്ടെന്ന് മോണിറ്റൈസേഷനായി, ഒരുപാട് വട്ടം എന്നെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ ഈ ചാനൽ. അവസാനം അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, റിംഗ് ലൈറ്റിങ് ഇതാ, ഈ ചാനൽ ഇതാ, ഞാൻ ഓട്ടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴെങ്കിലും തുടങ്ങും എന്ന്. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് തുടങ്ങിയിട്ട് വീണ്ടും ഞാൻ നിർത്തി. അതെന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ പുഷ് ചെയ്തിട്ട് തുടങ്ങിയാലും എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു. പുഷിങ്ങിൽ നമുക്കൊന്നും പറ്റത്തില്ല, നമുക്ക് മനസ്സിലായിട്ട് തോന്നണം. ഒരു വീഡിയോ ഒക്കെ പുഷിങ്ങിൽ പറ്റും, രണ്ടാമത്തെ മൂന്നാമത്തെ കൃത്യമായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സിന് തോന്നണം, നമുക്ക് ഇതിൽ നിന്നൊരു ഇൻകം വേണമെന്ന് നമുക്ക് തോന്നണം. അല്ലെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് പോയി എനിക്ക് വിജയിക്കണം എന്നൊരു മൈൻഡ് വന്നാൽ മാത്രമേ നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നീടൊരു കാര്യമുണ്ട്, വളരെ സാധാരണക്കാരായ ആൾക്കാർ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണത്തുള്ളൂ. ഒരുപാടങ്ങ് വലിയ ബിസിനസ്മാൻമാരൊന്നും അവരൊന്നും നമ്മുടെ ചാനൽ കാണേണ്ട ആവശ്യമില്ല, അവർക്ക് അതിന് സമയമില്ല കേട്ടോ. അതാണ് വാസ്തവം. നമ്മളിപ്പോൾ വേറൊരു ജോലിക്ക്, ഇപ്പോൾ ഞാനൊരു വേറൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് എല്ലാ വീഡിയോസും കാണാൻ സമയം കിട്ടത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വീട്ടിലായത് കാരണം ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ചാനലിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, കവർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോന്നും ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഈ മോണിറ്റൈസേഷൻ എങ്ങനെ റെഡിയാക്കുക എന്നുള്ള വീഡിയോസാണ് കൂടുതലും കാണുന്നത്. എൻ്റെ ആ ഒരു സജഷൻ ലിസ്റ്റ് അത് തന്നെ കൂടുതൽ വരുന്നത്. ഞാൻ അത് സെർച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതെല്ലാം എൻ്റെ ചാനലിലുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കയ്യിലിരിപ്പോട് നശിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എന്തോ വീണ്ടെടുക്കാൻ പറ്റുമെന്നൊരു ബോധം എവിടെയൊക്കെയോ എനിക്കുണ്ട്. എവിടെയോ ഒരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിൽ. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തൊരു 2ാമത്തെ വീഡിയോ ആയപ്പോൾ എൻ്റെ മനസ്സിൽ ഉറച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതായത് 4000 hours എത്തും.
എന്നൊരു ഇത് എൻ്റെ മനസ്സിൽ എവിടെയോ വീണ്. അത് കാരണം എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്ങനെയുള്ള കണ്ടൻറ്റാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ടുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ എനിക്ക് പോയ വീഡിയോസ് എല്ലാം കുക്കിംഗ് ചെയ്യുന്ന വീഡിയോസും അതിന് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസുമാണ്. അതായത് ഫാമിലി വ്ളോഗ് ആ ഒരു രീതിയിലുള്ള വീഡിയോസാണ് എനിക്ക് പോയത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വ്ളോഗ് തന്നെ ഇട്ടത്. പിന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ലൈവ് വരാനെന്ന് വെച്ചാൽ ലൈവ് വരാൻ എനിക്ക് പറ്റാത്തതെന്ന് വെച്ചാൽ അപ്പുറത്ത് വീടിൻ്റെ പണി നടക്കുവാണ്, വേറൊരു വീടിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുമ്പം ലൈവിൽ നമുക്ക് കറക്റ്റായിട്ട് വോയിസ് ഒക്കെ വന്നില്ലെങ്കിൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അത് പിന്നെ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഒരു ബുദ്ധിമുട്ട് വരുത്തിക്കും. അത് കാരണമാണ് ലൈവ് വരാനത്. പിന്നീട് എനിക്ക് മൈക്ക് ഞാനെണ്ണം മേടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് വലിയൊരു ഇത് പറ്റി ഈ വട്ടം എൻ്റെ ഫോണിൻ്റെ ബാക്ക് ക്യാമറയുടെ ഗ്ലാസ് ചെറുതായിട്ട് പൊട്ടി, ഫ്രണ്ട് ക്യാമറയുടേതും ചെറുതായിട്ട് പൊട്ടി. നിങ്ങൾ നോക്കി ഇതിനകത്ത് എങ്ങനെ വീഡിയോ എടുത്ത് എത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനങ്ങ് എടുക്കുവാണ്. എപ്പോഴെങ്കിലും മേടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു ഫോൺ മേടിക്കണം. ഈ ഫോൺ മോശമായിട്ടൊന്നും അല്ല കേട്ടോ. ഈ ഫോൺ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്താണ് ഞാൻ മേടിച്ചത്. മോശമായിട്ടല്ല, പക്ഷേ എനിക്ക് ക്യാമറ പൊട്ടിയപ്പോൾ ഒരു വിഷമം കണക്ക് ഇനി ഞാൻ ശരിക്കും വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ചുമ്മാ ഇതിപ്പോൾ അമ്മമ്മ പറഞ്ഞു, നീ എന്തൊക്കെയായാലും വീഡിയോ ഇട്ട് തുടങ്ങിയല്ലേ, വീഡിയോ ഇടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാ, വീഡിയോ ഇടണം. വേറെ വീഡിയോ എഡിറ്റ് ചെയ്തും വച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് ഒക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. മുമ്പാണെങ്കിൽ ഇത്രയും വലിയ എഡിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആൾക്കാർക്ക് നമ്മളോട് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ വീഡിയോസ് ഇരുന്ന് കാണുമായിരുന്നു. എഡിറ്റ് ചെയ്ത് അതിനകത്ത് വലിയ സംഭവമൊന്നും വരുത്തേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ആൾക്കാർക്ക് നമ്മളെ സംസാരവും രീതിയൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇരുന്ന് കാണുമായിരുന്നു. ഇപ്പോൾ വീഡിയോസിലും നമുക്ക് ക്ലാരിറ്റിയിൽ നല്ല ഇതുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ഇരുന്ന് കാണത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. വേറെന്താ, എൻ്റെ പഴയ എല്ലാ സബ്സ്ക്രൈബേഴ്സും വന്നിട്ടൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കത്തില്ലേ, നിങ്ങൾ കമൻ്റ് ഇടത്തില്ലേ. നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ എനിക്കൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അയ്യോ നിങ്ങളൊക്കെ വന്നല്ലോ, നിങ്ങളിങ്ങനെ കമൻ്റൊക്കെ ഇടുന്നല്ലോ, ഞാനപ്പോൾ എത്ര ഞാൻ ലക്കിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ഇത്രയും വർഷത്തിന് ശേഷം നിങ്ങൾ ഇത്രയും എന്നെ തിരക്കുന്നുണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചു കളഞ്ഞു കാണാം എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ സംസാര രീതിയിൽ എന്തെങ്കിലും അക്ഷരത്തെറ്റുകൾ ഞാൻ സംസാരിക്കുന്നതിലുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഇങ്ങനെ തന്നെയാണ്. അല്ല ജാടയ്ക്കൊന്നും ഒരു വാക്കുകളും പറയുന്നില്ല. ഞാൻ സംസാരിച്ച് മുമ്പോട്ട് വന്ന ശൈലി ഇതാണ്. ഇതിനിപ്പം മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കാര്യം കുഞ്ഞിലേ തൊട്ട് ആ ഒരു സംസാര രീതി ആയത് കാരണമാണ് ഇതിങ്ങനെ തന്നെ വരുന്നത്. ഈ ഭയങ്കരം എന്നൊക്കെ പറയുന്നതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് ആരൊക്കെയോ എന്നെയൊന്ന് കമൻറ്റിൽ ബോധിപ്പിച്ചായിരുന്നു, ഇട്ടിട്ടുണ്ടായിരുന്നു. കമൻറ്റിൽ ബോധിപ്പിച്ചു ഞാൻ ഉദ്ദേശിച്ചത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് മാറ്റാൻ ഞാൻ സംസാരിച്ച് വന്നതല്ലേ, നമ്മൾ നടന്നു വരുന്ന ആ ഒരു രീതിയിലെല്ലാം നമ്മൾ വളർന്ന് ആ ഒരു രീതിയിലെല്ലാം നമുക്ക് പറ്റത്തുള്ളൂ. ഇനി ഇതിനകത്ത് ഞാനൊരു ആർട്ടിഫിഷ്യലായിട്ടൊരു സംസാരം കൊണ്ടുവന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം കോൺസെൻട്രേഷൻ മൊത്തം നിങ്ങൾ ഈ പറയുന്ന വേർഡ്സിലായിരിക്കും. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഇനി അതിൽ തിരുത്തൊന്നും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്താലും വീഡിയോസ് ഫ്ലോപ്പായി പോത്തേ ഉള്ളൂ. കാര്യം വീഡിയോസ് കാണണമെങ്കിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കണം. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഫ്ലോപ്പായി പോത്തേ ഉള്ളൂ. എനിക്ക് വീഡിയോസിൽ വ്യൂസ് വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ലൈവ് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ പണിയെല്ലാം തന്നിട്ട് ഞാൻ ലൈവ് വരുന്നുണ്ട്. ലൈവ് വന്നാൽ കുറച്ചും കൂടെ വീഡിയോസിന് റീച്ച് കിട്ടും. ഞാനിപ്പോൾ ഓരോ ചാനലും കണ്ടാണ് ഞാൻ ഓരോന്നും അറിയുന്നത്. അപ്പോൾ നിങ്ങൾ ബഡ്ഡിങ് യൂട്യൂബേഴ്സ്, ഞാനിപ്പോൾ ബഡ്ഡിങ് യൂട്യൂബറാണ് ആണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക. കാര്യം നമ്മളുടെ പ്രേക്ഷകർ നമ്മളെ വിശ്വസിക്കണം. എന്തെങ്കിലുമൊക്കെ ചെന്ന് പറഞ്ഞാലൊന്നും അവർ വിശ്വസിക്കത്തില്ല. അവർക്ക് എവിഡൻഷ്യലായിട്ട് തോന്നണം, ഇന്ന കാര്യം ചെയ്താൽ ഇന്ന കണക്ക് ഉണ്ടാവുമെന്ന് വിശ്വാസം വന്നാൽ മാത്രമേ അവർ നമ്മളെ ഫോളോ ചെയ്യത്തുള്ളൂ, അവർ നമുക്ക് ഇതും ചെയ്യത്തുള്ളൂ. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഒരിക്കലും ആരുടെ വെളുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പറയും സ്കിൻ കോംപ്ലക്ഷൻ കൂടത്തത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ വെളുത്ത സുന്ദരികളൊന്നും ആവത്തില്ല. സുന്ദരികളായിരിക്കും, നിങ്ങളെല്ലാവരും സുന്ദരികളായിരിക്കും എന്ന് വെച്ചാൽ സ്കിൻ ടോൺ ഒന്ന് വർദ്ധിക്കത്തേ ഉള്ളൂ. അല്ലാതെ സ്ഥിരമായിട്ട് ഇതൊന്നും ആർക്കും നിലനിൽക്കത്തൊന്നുമില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹെയറിൻ്റെ കാര്യത്തിലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നും ഡിപ്പെൻസ് ആണ്, ഹെറിഡിറ്ററിയാണ്. അല്ലാതെ ഇപ്പം എൻ്റെ മുടി എൻ്റെ മുടി അത്രയ്ക്കൊന്നും ഇല്ല എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മുടി കിടക്കുന്ന കണ്ടിട്ട് നിങ്ങളത് അതേ കണക്ക് വേണമെന്ന് വെച്ചാൽ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയറും കൂടെ ചെയ്ത് സഹകരിക്കുക.